ഹായ്, ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് കോളറാഡോയിലെ കാനോൺ സിറ്റി എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. അപ്പോൾ ഞങ്ങൾ ഇന്നലെ താമസിച്ചത് കോളറാഡോ സ്പ്രിങ്സിലാണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞങ്ങൾ ടെക്സസിൽ നിന്ന് കോളറാഡോയിലേക്ക് വരുന്ന വീഡിയോ നിങ്ങൾ കണ്ടു. അപ്പോൾ ഞങ്ങളിതാ ഫസ്റ്റ് ഡേ ഞങ്ങൾ വന്നേക്കുന്നത് കോളറാഡോയിലെ കാനോൺ സിറ്റി എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. അപ്പം ഞങ്ങൾ ഇങ്ങോട്ട് വന്ന വഴിയിൽ കുറച്ച് വീഡിയോസ് എടുത്തായിരുന്നു. ആ വീഡിയോസ് നിങ്ങളൊന്ന് പോയി കണ്ടിട്ട് വാ. അപ്പോഴത്തേക്കും നമ്മൾ ഈ കാഴ്ചകൾ അതിന് ശേഷം കാണാം. നമ്മളിപ്പം ഈ കാനോൺ സിറ്റിക്ക് പോകുന്ന വഴിക്ക് നല്ല ബ്യൂട്ടിഫുൾ വ്യൂ ആണ് ഇവിടെ എല്ലാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ തന്നെ കാണാൻ പറ്റും. നല്ല മൗണ്ടൻ വ്യൂവും അതിൻ്റെ നടുക്ക് നല്ല ഹൈവേസും ഒക്കെ ആയിട്ട് നല്ല വ്യൂ ആണ് ഇങ്ങനെ പോകുന്ന വഴിക്കെല്ലാം. അപ്പോൾ നമ്മളിന്ന് പോകുന്ന കാനോൺ സിറ്റി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് അവിടെ ഒരു ബ്യൂട്ടിഫുൾ ട്രെയിൻ റൈഡ് ഉണ്ട്. ഈ മലയുടെ ഒക്കെ ഇടയ്ക്കൂടെ പോകുന്ന ഒരു ബ്യൂട്ടിഫുൾ ട്രെയിൻ റൈഡ്. നിങ്ങൾക്ക് ഇന്റർനെറ്റിൽ ഗൂഗിളിൽ അടിച്ചു കൊടുത്താലും യൂട്യൂബിലൊക്കെ നോക്കി അതിൻ്റെ വീഡിയോസൊക്കെ കാണാം. ട്രെയിൻ റൈഡ് ഉണ്ട്. പിന്നെ അമേരിക്കയിലെ തന്നെ ഏറ്റവും ഹയസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു വലിയ പാലമുണ്ട്, റോയൽ ജോർജ് ബ്രിഡ്ജ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതൊക്കെ കാണാനുള്ള ടിക്കറ്റ്സ് ഞങ്ങൾ എടുത്തിട്ടുണ്ട് നേരത്തെ. അപ്പോൾ അതൊക്കെ കാണാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇന്നത്തെ ദിവസം ഞങ്ങൾ കോളറാഡോ സ്പ്രിങ്സിൽ നിന്ന് കാനോൺ സിറ്റിക്കാണ് ഞങ്ങൾ ഇന്ന് പോകുന്നത്. സോ അങ്ങനെ നമ്മൾ ഫൈനലി റോയൽ ഗോർജ് ബ്രിഡ്ജിലെത്തിയിരിക്കുകയാണ് കാനോൺ സിറ്റിയിൽ. ഇവിടെ നമുക്ക് കാണാൻ പറ്റും വലിയ വാലിയാണ്, വലിയ മലകളും വലിയ വാലിയുമാണ്. അങ്ങ് ദൂരെ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. അമേരിക്കയിലെ തന്നെ ഏറ്റവും ഹൈറ്റിൽ പണിതേക്കുന്ന ബ്രിഡ്ജാണത്. അപ്പം ഈ ബ്രിഡ്ജിൻ്റെ ഈ പേരാണ് റോയൽ ഗോർജ് ബ്രിഡ്ജ് എന്ന ഈ സ്ഥലത്തിൻ്റെ പേര്, ഈ ബ്രിഡ്ജിൻ്റെ പേര്. അപ്പം ഇവിടെ മൊത്തം ഈ ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ മൊത്തം മലയും വാലീസുമാണ്. അപ്പോൾ ഇങ്ങോട്ട് വരുന്ന വഴിയെല്ലാം കുറച്ച് വിൻഡി റോഡ്സ് ആയിരുന്നു, കുറച്ച് വൈൻഡിങ് റോഡ്സ് ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ ഈ കാഴ്ചകൾ കാണാൻ, ഈ ബ്രിഡ്ജിൽ കയറാനൊക്കെയാണ് വന്നേക്കുന്നത്. ഇതിന് ശേഷം ഒരു ട്രെയിൻ റൈഡുണ്ട്. ഇവിടെ പണ്ട് ഈ വാറൊക്കെ നടന്നതിൻ്റെ ഹിസ്റ്ററി, റെയിൽ റോഡ് വാർസിൻ്റെ ഹിസ്റ്ററിയൊക്കെ അവരിവിടെ എഴുതിയിട്ടുണ്ട്. അതിൻ്റെ ഒരു ഭാഗമായിട്ടൊരു ട്രെയിനൊക്കെ ഇവിടെ അവർ വെച്ചിട്ടുണ്ട്. നമ്മളങ്ങനെ ആ സസ്പെൻഷൻ ബ്രിഡ്ജിലേക്ക് കയറുകയാണ്, ദ റോയൽ ഗോർജ് ബ്രിഡ്ജിലേക്ക്. വലിയൊരു സസ്പെൻഷൻ ബ്രിഡ്ജാണ്. രണ്ട് വലിയ മലകൾക്ക് ഇടയിലാണ് ഈ സസ്പെൻഷൻ ബ്രിഡ്ജ് അവരുണ്ടാക്കിയേക്കുന്നത്. ഇതിൻ്റെ താഴോട്ടൊക്കെ നോക്കിയാൽ കാണാം, ഭയങ്കര താഴ്ചയാണ്. നടുക്ക് അർക്കൻസാസ് റിവർ ഒഴുകുന്ന കാണാം. സോ ഈ റോയൽ ഗോർജ് ബ്രിഡ്ജ് നിർമ്മിച്ചിരിക്കുന്നത് 1929 7 മാസം കൊണ്ടാണ് ഈ ബ്രിഡ്ജിൻ്റെ പണി അവർ പൂർത്തിയാക്കിയിരിക്കുന്നത്. എഞ്ചിനീയർ ജോർജ് കോളാണിത് നിർമ്മിച്ചിരിക്കുന്നത്. ആൻഡ് 2001 വരെ, 2001 വരെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സസ്പെൻഷൻ ബ്രിഡ്ജായിരുന്നു ഇത്. സോ ഞങ്ങൾ അടുത്തായി വന്നിരിക്കുന്നത് കാനോൺ സിറ്റിയിലെ തന്നെ വൺ ഓഫ് ദി ഹിസ്റ്റോറിക്കൽ റെയിൽ റോഡുകളിലൊന്നായ റോയൽ ഗോർജ് റൂട്ട് എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്ന ലേറ്റ് 1870-കളിലാണ്. സോ ഞങ്ങൾക്ക് പോകാനുള്ള ട്രെയിനാണ് നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ അതിൻ്റെ ടിക്കറ്റ്സൊക്കെ എടുത്തായിരുന്നു ഓൺലൈനിൽ. സോ ഇനി അതിൻ്റെ കാഴ്ചകളിലേക്ക് പോകാം. ഈ റെയിൽ റോഡ് ഇവർ നിർമ്മിച്ചിരിക്കുന്ന 2 മൗണ്ടൻസിൻ്റെ ഇടയ്ക്കായിട്ടാണ്. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും ഇതിൻ്റെ സൈഡിൽ കൂടെ അർക്കൻസാസ് റിവർ ഇങ്ങനെ ഒഴുകുന്നുണ്ട്.
ഈ റെയിൽ റോഡിന് ഒത്തിരി ഹിസ്റ്ററി പറയാനായിട്ടുണ്ട്. 1870കളുടെ അവസാനമാണ് ഈ റെയിൽ റോഡ് ചില യുദ്ധങ്ങളുടെയൊക്കെ ഭാഗമായിട്ടുണ്ടാക്കി. പക്ഷേ 1967 ആയപ്പോഴത്തേക്ക് ഇത് ഡിസ്കണ്ടിന്യൂ ചെയ്തു. 1998 ഇത് ഇവർ റിവൈസ് ചെയ്തിട്ട് ടൂറിസത്തിനായിട്ട് ഇത് ഓപ്പൺ ചെയ്തു. വളരെയധികം അമ്പരപ്പിക്കുന്ന കാഴ്ചകളായിരുന്നു ഈ റെയിൽ റോഡിൽ ഈ പോകുന്ന വഴിക്കെല്ലാം ഞങ്ങൾക്ക് കാണാൻ സാധിച്ചത്. സോ നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ മേളിൽ കാണുന്നത് റോയൽ ഗോർജ് ബ്രിഡ്ജാണ്. California Redwood water pipeline that would take fresh water to Canyon City from the 8 miles of the Upton River. You see it going through the mountain there, 200 feet of all of that out. സോ ഇന്നത്തെ യാത്ര ഞങ്ങളുടെ ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇനി അടുത്ത പാർട്ടിൽ കൊളറാഡോയിലെ മറ്റു വിശേഷങ്ങളുമായിട്ട് ഞങ്ങൾ വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.